നമ്മുടെ പ്രവാസി മലയാളികളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് വളരെ സംഭവബഹുലമായിട്ടാണ്. ഇന്ന് എന്നോടൊപ്പം കുവൈറ്റിൽ ഏറെ വർഷമായി കുവൈറ്റ് ജീവിതം നയിക്കുന്ന ജെയിംസ് അച്ചാനുണ്ട്. ജെയിംസ് അച്ചാൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കേട്ടപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും മറിച്ച് വാക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് അത്ഭുതവും തോന്നി, ഉപകാരപ്രദവും ആയി തോന്നി. അപ്പോൾ നമുക്ക് ജെയിംസ് അച്ചാനെ പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എന്ന് നോക്കാം. ജെയിംസ് അച്ഛൻ നമസ്കാരം. 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 എത്ര മണിക്കാണ് രാവിലെ ഓഫീസിൽ പോകുന്നത്? 6:30. അപ്പോൾ എപ്പോൾ എഴുന്നേൽക്കും? 5:30. ഇപ്പോൾ 5:30 to 6:30 എല്ലാം റെഡി ആയിട്ടൊക്കെ പോകാൻ പറ്റുമോ? പിന്നെ ഇഷ്ടം പോലെ സമയമാണ്. 5:30 ആണ് സുഖമായിട്ട് പോകാം. 5:45 ആണെങ്കിൽ ഇച്ചിരി ടൈറ്റ്. ഓക്കെ, നമുക്ക് 5:30 ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ദിവസം ഒരു ടിപ്പിക്കൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ പറയാം? 5:30 ഞാൻ കുക്കിംഗ് ഒത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസ് ഞാനാണ് സാധാരണ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ? എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ശരി. ഫ്രൈഡ് റൈസോ ചപ്പാത്തിയില്ല, ഉപ്പുമാവോ, പുട്ട് കടലയോ, ഇഡലി സാമ്പാറോ, ഉപ്പുമാവും മുട്ടയോ, മുട്ടക്കറിയും പുട്ടുമോ, അപ്പവും മുട്ടക്കറിയോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഭയങ്കര ഒരു എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടുള്ള ഒരു മെനു ആണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാമോ? പ്രോസസ്സ് ബേസിക് പ്രിപ്പറേഷൻസ് എല്ലാം തലേദിവസം മാക്സിമം ചെയ്യും. ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കുകയും പീസസ് എല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ട് ഉണ്ടായിരിക്കും. അരിയുടെ മാവ് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. ബാക്കിയൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യണം. തലേദിവസം തന്നെ കെറ്റിലിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കും. എഴുന്നേറ്റ് വന്നാൽ ഉടനെ തന്നെ കെറ്റിൽ ഓൺ ചെയ്യുന്നു. പിന്നീട് കൈയും കാലും ഒക്കെ കഴുകിയതിന് ശേഷം തിരിച്ചു വന്ന് കൈയൊക്കെ കഴുകി വായുവൊക്കെ കഴുകി പല്ല് തേച്ചതിന് ശേഷം വന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഉള്ളി അരിയാനുള്ളത് ഉള്ളി അരിഞ്ഞ് പാത്രം അടുപ്പ് വെച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഉള്ളി അരിയുന്നത് ഇടുന്നു. ബാക്കിയുള്ള മസാലകളൊക്കെ ഇടുന്നു, അടച്ചു വെക്കുന്നു. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഉപ്പാവിനാണെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെള്ളം ചൂടായിരിക്കുന്ന വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പാവിൻ്റെ പൊടിയിട്ട് ഇളക്കിയെടുക്കുന്നു. എല്ലാം കൂടെ ഒരു 5 minutes മാക്സിമം നിങ്ങളുടെ ഉപ്പാവ് റെഡിയാകും. അടച്ചു വെക്കുന്നു. എല്ലാം കഴിയുമ്പോൾ അത് അടച്ചു മാറ്റി വെക്കുന്നു. അതവിടെ ഇരുന്നുകൊണ്ട് ബാക്കി വേകും. ഇഡ്ഡലി ആണെങ്കിൽ തട്ടെല്ലാം നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുന്നു. മാവെടുക്കുന്നു, മാവ് അതിലേക്ക് ഒഴിക്കുന്നു. അടുപ്പിൽ വെച്ചിരിക്കുന്ന വന്ന പാത്രത്തിൽ അടുപ്പ് വെച്ചു, വെള്ളം ചൂടായിരിക്കുന്ന വെള്ളം ഒഴിക്കുന്നു. ഇഡ്ഡലി തട്ട് വെക്കുന്നു, മാവ് ഒഴിക്കുന്നു, അടയ്ക്കുന്നു. ആവി 2-3 പ്രാവശ്യം 5 മിനിറ്റിന് ശേഷം അത് ഓഫ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങ് മറക്കുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സാമ്പാർ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. ഇല്ലെങ്കിൽ അന്ന് രാവിലെ ഉണ്ടാക്കണമെങ്കിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ ആണെങ്കിൽ പരിപ്പും വെജിറ്റബിളും എല്ലാം കൂടെ കുക്കറിലേക്ക് ഒരു വിസിലിലേക്ക് ഇടുക. മസാല എല്ലാം കൂട്ടി ആ വിസിലടിച്ച് അവിടെ ഇരിക്കുന്നു. നമ്മൾ പോകാറാകുമ്പോൾ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് കഴിയുമ്പോൾ സാമ്പാർ റെഡി. അപ്പോൾ ഈ അപ്പം മുട്ടയാണെങ്കിൽ ഈ ആദ്യം മുട്ടയെടുത്ത് വെള്ളത്തിലിടുന്നു. അത് ആവിക്കാകുമ്പോൾ പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് മുട്ട വെന്ത് കിട്ടും. ആവിക്ക് വേവിക്കുന്നു. വെള്ളത്തിലിട്ട് വേവിക്കുന്നതിന് പകരം പ്രഷർ കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മുട്ട ഒരു സ്റ്റീമറിലോട്ട് മുട്ട വെച്ച് ആവശ്യമുള്ള മുട്ട വെക്കുന്നു. അടച്ചു വെക്കുന്നു. ഒരു വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ മുട്ടയ്ക്കുള്ള ഉള്ളിയും മറ്റുള്ള വെജിറ്റബിളും ഒക്കെ ഇട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നു. ആ ഗ്രേവിക്കൊരു 2-3 മിനിറ്റ്സ് കൊണ്ട് ഗ്രേവി ആകും. ആ ഗ്രേവിയിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് പൊട്ടിച്ച് ഇട്ടെടുക്കുന്നു. എല്ലാം കൂടി ഒരു 5 to 7 മിനിറ്റ്സ് മുട്ടക്കറി റെഡി. പുട്ടിൻ്റെ പൊടി തലേദിവസം കുഴച്ച് വെക്കാൻ സമയം കുറവാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ കുഴയ്ക്കാം. പുട്ടിൻ്റെ പൊടി കുഴയ്ക്കാനും പുട്ടുണ്ടാക്കാനും കൂടി മാക്സിമം 2 കുറ്റി പുട്ടിന് കുഴയ്ക്കാനും ഉണ്ടാക്കാനും കൂടി ഒരു 10 മിനിറ്റ്സ്. ഇത് പാരലി മറ്റ് ജോലികൾ ഇടയ്ക്ക് നടക്കും. എല്ലാം കൂടി ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3 ഐറ്റത്തിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്ത് ബാക്കി ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി 45 മിനിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം 45 മിനിറ്റ്സ് കൊണ്ട് വി വിൽ ബി റെഡി ടു ഗോ. കാറിലെത്താൻ പറ്റും. വെരി ഗുഡ്. അപ്പോൾ അത് രാവിലെ എണീച്ച് ചായ ഉണ്ടാക്കണോ എന്ന് ആലോചിക്കുന്ന എനിക്ക് ഇതൊരു വലിയൊരു പാഠമാണ്. അപ്പോൾ
ജെയിംസ് ആൻഡ് ഈ ഒരു എഫേർട്ടിനും. അതും എത്ര വർഷമായിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? 30 വർഷത്തെ പ്രവാസ ജീവിതം മുഴുവൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെ സമയമില്ല, എനിക്ക് ബ്രെഡ് മതി, അല്ലെങ്കിൽ 4 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. 4 പേരുണ്ട്, 4 മെമ്പേഴ്സുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ രുചികളാകുമ്പോൾ 1-2 ഐറ്റം ഐറ്റംസ് എപ്പോഴും 2 വെറൈറ്റി കാണും ചെയ്യാൻ വേണ്ടി. ഇത് കേട്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ എനിക്കുൾപ്പെടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. താങ്ക് യു.